വാങ്ങാൻ വേണ്ടിയാണോ ജനങ്ങൾ ഫണ്ട് കൊടുത്തത്? നിങ്ങളെ കൊണ്ട് അവിടെ വീട് പണിയുക എന്ന് പറയുന്നത് നിയർലി അസാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു ഗുണപ്രദമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാനായിട്ടുള്ള ശേഷി നിങ്ങളിൽ കേരളത്തിലുള്ള ജനങ്ങൾ കുറെ പേര് തിരിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ നിലവിൽ കാണുന്നില്ല. ശരി, അവിടെ ഇദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ്. ഗംഭീരമായിട്ട് പഠിച്ച് വ്യക്തമായിട്ട് കാര്യപ്രസക്തമായിട്ട് മാത്രം അവതരിപ്പിക്കുന്ന ഒരാളാണ്. അസലായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചേർന്ന് നിൽക്കുന്ന മനുഷ്യനല്ല. ഇടതുപക്ഷത്തൊക്കെ നല്ല നിശിതമായി തന്നെ വിമർശിക്കാറുണ്ട്. അദ്ദേഹം ഇനിയും അത് ചെയ്യുമെന്ന് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അല്ല, അഞ്ഞൂറാൻ ചോദിക്കുന്ന മാതിരി മറക്കണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അഞ്ഞൂറാന്റെ ഗോഡ് ഫാദറിലെ. അതേപോലെ തന്നെ അല്ല നാട്ടുകാരെ നിങ്ങളെന്നാ മറന്നോ? അല്ല വയനാട്ടുകാരെ നിങ്ങളെന്നാ മറന്നോ? അല്ല മാധ്യമപ്രവർത്തകരെ നിങ്ങളെന്നാ മറന്നോ? ഇതെങ്ങനെ മറക്കാൻ അങ്ങനെ സിമ്പിൾ ആയിട്ട് മറന്ന് ഏതെങ്കിലും മറവിയുടെ പുസ്തകത്താളുകളിൽ അങ്ങോട്ട് ഒളിപ്പിച്ചു വെക്കുള്ള സംഭവമാണോ ഇത്? അല്ലല്ലോ. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വയനാടിൽ UDF കൊടുക്കാമെന്ന് പറഞ്ഞ വീടെവിടെ? ചെവി ചൊറിയുന്നു ഈ സമയത്ത്. വയനാടിൽ UDF കൊടുക്കാമെന്ന് പറഞ്ഞ വീടെവിടെ? വീട് പണി ഇതാ തുടങ്ങുന്നു എന്നാ പറഞ്ഞേ. ഞാൻ എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനകം അവിടെ വീട് പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ടി സിദ്ദീഖിന്റെ ഒരു ഡയലോഗ് ഞാൻ പ്രസന്റ് ചെയ്തായിരുന്നു. ആ 10 ദിവസം കഴിഞ്ഞു കേട്ടോ. മന്ത്രി സിദ്ദീഖിനോടാണ്. ആ 10 ദിവസം കഴിഞ്ഞു. എവിടെ വയനാട്ടിലത്തെ വീട്? എന്താണ് ഈ കാര്യം നിങ്ങൾ മറന്നു പോകുന്നത്? എന്താണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ഈ ചോദ്യം ചോദിക്കാതിരിക്കുന്നത്? എന്റെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇനി അതൊന്നും ചെയ്യണ്ട എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് LDF ബാധകമായിരുന്നില്ലേ? ഭരണത്തിലാണ് ഉള്ളത്, നമുക്ക് നാട്ടുകാരെ അങ്ങോട്ട് പറ്റിച്ചു കളയാം എന്നെന്തേ LDF ആലോചിച്ചില്ല? പിണറായി വിജയനെ നോക്കാമായിരുന്നു. എന്തിനാ അവർക്ക് വീട് കൊടുക്കണം? 100% അറിയാം, വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്. അവിടെ LDF ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് MP സ്ഥാനത്തേക്കുള്ള മത്സരമായാലും അതിപ്പോ നിയമസഭയ്ക്കുള്ള മത്സരമായാലും അവിടെ LDF ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് LDF അറിയാം. പിന്നെ എന്തിനാണ് LDF നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് വീട് വെച്ചേ? സിമ്പിൾ മനുഷ്യത്വം. ഒരു ഭരണഘടനാപരമായിട്ട് അധികാരത്തിൽ കയറിയ ഒരു പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തം. പക്ഷെ ആ ഉത്തരവാദിത്വമൊന്നും കോൺഗ്രസ്സുകാർക്കില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് അത് ഇതുപോലൊക്കെ കൊണ്ടുനടക്കുന്നത്? അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാര് വാക്ക് പറയും, ആ പറഞ്ഞ വാക്ക് 100% പാലിക്കുകയും ചെയ്യും. അങ്ങനെ പാലിക്കാൻ കഴിയാത്ത വാക്കുകളൊന്നും വീൺ വാക്കുകളൊന്നും പറയാറില്ല എന്ന് നിങ്ങൾ പറയും. ശരി, നിങ്ങളെ സമ്മതിക്കുന്നു. കാരണം നിങ്ങൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരത് കണ്ടിട്ടുണ്ട്. നാട്ടുകാർക്കത് കേൾക്കാനും കാണാനും സ്പർശിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവിടേക്ക് പോയിട്ട് അത് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് അധികം കടക്കണ്ട. പക്ഷേ ആ ഒരു മഹാദുരന്തമുണ്ടായ സമയത്ത് നാട്ടുകാര് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വേവലാതിപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് ഇരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളിൽ ഒന്ന് അവിടെയുള്ള കുട്ടികളൊക്കെ പഠിപ്പിക്കുമെന്നായിരുന്നു. ആരുടെയൊക്കെ വിവാഹം നടത്തി കൊടുക്കുമെന്നായിരുന്നു. സ്മൃതിയോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് എല്ലാം പോയി. അവൾക്ക് പാവം പ്രതിശ്രുത വരനടക്കം പോയി. വിവാഹം കഴിഞ്ഞ് അയാളും പോയി ആക്സിഡന്റിൽ. ആ കൊച്ചിനൊരു വീട് കൊടുക്കുമെന്ന് പറഞ്ഞു, കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഈ ഒരു സമീപകാല ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ വയനാടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ സ്വന്തം പേരിൽ ഇവർ ഭൂമി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നേ ഇല്ലേ? കോൺഗ്രസിന് ഭൂമി വാങ്ങാൻ വേണ്ടിയാണോ ജനങ്ങൾ ഫണ്ട് കൊടുത്തത്? നിങ്ങളെ കൊണ്ട് അവിടെ വീട് പണിയുക എന്ന് പറയുന്നത് നിയർലി അസാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു ഗുണപ്രദമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാനായിട്ടുള്ള ശേഷി നിങ്ങളിൽ കേരളത്തിലുള്ള ജനങ്ങൾ കുറെ പേര് തിരിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ നിലവിൽ കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഭൂമി ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ആർക്കാണോ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്, കനവ് കണ്ടത്, അവർക്ക് കൊടുക്കുക. അതിന്റെ ആധാരം ഇദ്ദേഹം പറയുന്നത് അതിനുള്ള ശേഷി കോൺഗ്രസിനില്ലെന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശേഷി എന്നൊക്കെ പറയുമ്പോഴേ ഞങ്ങൾ മലപ്പുറത്തെ ആളുകൾക്കൊക്കെ നിനക്ക് ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു അർത്ഥത്തിലാണെന്നേ. അദ്ദേഹത്തിന് അത് അറിയണ്ടാവില്ല. അത് ഈ ഒരു മലപ്പുറത്തുകാരനല്ല. ശരി, ആയിക്കോട്ടെ. എന്തായാലും അവർക്ക് ശേഷിയില്ല അത്രേ. കോൺഗ്രസ്സുകാർക്ക് അതിൽ ശേഷിയില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല.
എത്രയോ ദിവസങ്ങളായാലും ഇവർ പറ്റിക്കാൻ തുടങ്ങിയിട്ടു. ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ അധികാരത്തിൽ കയറി ഒരു 10-30 ദിവസം കഴിയുന്നു. ഇത്രയൊക്കെ കൊടുത്താൽ മതി അവർക്ക് ഒരു പ്രിവിലേജ് എന്നാണ് ഇനി മാധ്യമങ്ങൾ തീരുമാനിക്കേണ്ടത്. മതി, നിങ്ങൾക്ക് പ്രിവിലേജ് തന്നു കഴിഞ്ഞു, നിങ്ങൾ എന്താ മറന്നു പോകുന്നത്? ആർജവത്തോടു കൂടി പറയണ്ടേ, ഞങ്ങൾ അധികാരത്തിൽ കയറിയിരിക്കുന്നു, UDF-കാര് വയനാട്ടുകാർക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടിന്റെ പണി ഇന്ന ദിവസം തുടങ്ങും, ഞാൻ VD സതീശ മേനോൻ എന്ന് പറയുന്ന ഞാൻ അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആർജവത്തോടെ, അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ പറയണ്ടേ നമ്മുടെ VD സതീശ മേനോൻ? എന്താ അദ്ദേഹം മിണ്ടാത്തെ? അദ്ദേഹം മിണ്ടുന്നില്ല, വോട്ട് അദ്ദേഹത്തിന് മിണ്ടാനുള്ള താല്പര്യമില്ല. നിങ്ങൾ എന്തുവാടാ ചോദിക്കാത്തെ? മാതൃഭൂമി, മനോരമ, ഇനി ആരൊക്കെയുണ്ട്, റിപ്പോർട്ടർ, ബിഗ് TV, 24 ചോദിക്കില്ല. 24 അഷിതയുടെ ഒരു വീഡിയോ മുക്കിക്കളഞ്ഞ ടീമാണ്. ശരി, നായർക്ക ചോദിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ എന്തോരം ചാനലുകൾ ഉണ്ടെന്ന് എന്താണ് നിങ്ങൾ ചോദിക്കാത്ത? നിങ്ങളെ വായെല്ലാം അടഞ്ഞു പോയോ? കീപ്പിംഗ് മം എന്ന് പറയുന്ന അവസ്ഥയിലാണോ നിങ്ങളുള്ളത്? 5-10 സെന്റ് വെച്ചിട്ട് കൊടുക്ക്, അവരവിടെ ടർപ്പായി കിട്ടിയിട്ടെങ്കിലും ജീവിക്കട്ടെ. ഞാനൊരു വർക്ക് ഫ്രം ഹോം മാധ്യമപ്രവർത്തകൻ. ഇദ്ദേഹം പറയുന്നൊരു ഗംഭീരമായിട്ടുള്ള ഡയലോഗ് ഇങ്ങനെയാണ്: നിങ്ങൾ ഇനി അവർക്ക് വീട് വെച്ച് കൊടുക്കണ്ട, നിങ്ങൾ ആ സ്ഥലം ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്ക്, അവരുടെ പേരിൽ അങ്ങ് രേഖയാക്കി കൊടുക്ക്. ആഗ്രഹിക്കുന്നവരുടെ പേരിൽ 10 സെന്റോ 15 സെന്റ് 20 സെന്റ് എത്രയും അവരതിൽ വീട് വെക്കുകയോ കൂര വെക്കുകയോ എന്താ പറയുക എന്തെങ്കിലും ചെയ്യട്ടെ. അറ്റ്ലീസ്റ്റ് 4 മൂട് കപ്പയെങ്കിലും നടട്ടെ അവരുടെ സ്ഥലത്ത്. അത് വിറ്റ് കിട്ടുന്ന കാശുണ്ടെങ്കിൽ അവർ നേരം ജീവിക്കാൻ, അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാനോ മറ്റോ പറ്റുമെങ്കിൽ അത് ചെയ്യട്ടെന്നേ. എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല, അതുകൊണ്ട് മന്ത്രിസഭയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാനായിട്ട് ഞാൻ റെഡി ആയിരുന്നു. എന്നാലും ഞാൻ ഇന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട്, അങ്ങനെ ശരിയൊക്കെ കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട്, വയനാട്ടിലെ ഫണ്ട് അവിടെ? അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടന്ന 100 കണക്കിന് മനുഷ്യർ മണ്ണടിഞ്ഞു പോയപ്പോൾ രക്ഷാപ്രവർത്തനം പോലും പൂർത്തിയാകുന്നതിന് മുൻപാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹായ വാഗ്ദാനങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയത്. ഭരണപക്ഷമായിട്ടുള്ള LDF മുഖ്യമന്ത്രിയോട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നയിച്ച പ്രതിപക്ഷമായിട്ടുള്ള UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ സർക്കാരിലേക്ക് പണം നൽകില്ല, കാരണം അവിടെ സുതാര്യതയില്ല, പകരം കോൺഗ്രസ് സ്വന്തം നിലയിൽ വീടുകളും ഭൂമിയും വാങ്ങി നൽകുമെന്നായിരുന്നു. അല്ലേ? ഇദ്ദേഹം പറയുന്നത് കറക്റ്റ് അല്ലേ? ഇത് തന്നെയല്ലേ അന്ന് കോൺഗ്രസ് പറഞ്ഞ LDF-ന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ ഭരണത്തിലേക്ക് ഞങ്ങൾ പൈസ നൽകില്ല, ആ CMDRF-ൽ ഒരു വ്യക്തതയില്ല, ഒരു സുതാര്യതയില്ല എന്നുള്ളതാണ്. ഇനി ഒരു സിമ്പിൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ആ വയനാട് ദുരന്തം പോലൊരു ദുരന്തം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ തന്നെ നമുക്ക് കരുതാം, അങ്ങനത്തെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി എങ്ങാണ്ടും ഒരു പ്രളയമുണ്ടായാൽ, ഇനി എങ്ങാണ്ടും വയനാട് പോലെ എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ VD സതീശ മേനോൻ ഗവൺമെന്റ് പറയില്ലേ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണമെന്ന്? അപ്പോൾ ആളുകൾ ചോദിക്കില്ലേ ഞങ്ങൾ എങ്ങനെ അയക്കും? നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് നിങ്ങളല്ല പറഞ്ഞേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് സുതാര്യതയില്ലെന്ന്? അങ്ങനെ സുതാര്യതയില്ലാത്ത അതേ സ്ഥാനത്തേക്ക് തന്നെയല്ലേ താങ്കൾ കയറിയിരിക്കുന്നത്? താങ്കളാ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, താങ്കളാണ് അപ്പോൾ CMDRF-ന്റെ ചുമതലയുള്ള ആള്. അപ്പോൾ പണ്ടത്തെ അതേ ഫണ്ട് തന്നെയല്ലേ ഇപ്പോഴും കിടക്കുന്നത് CMDRF? അപ്പൊ എന്ത് ധൈര്യത്തിലാണ് സുതാര്യതയില്ലാത്ത ആ ഫണ്ടിലേക്ക് ഞങ്ങൾ പൈസ അയക്കുക എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ VD സതീശ മേനോൻ എന്ത് പറയും? അല്ല, കോൺഗ്രസ്സുകാർ, അദ്ദേഹത്തെ വിട്ടേക്ക്, ഈ കോൺഗ്രസ്സുകാർ എന്ത് പറയും? അങ്ങനെ ഈ ഗവൺമെന്റിന് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ, CMDRF-ന് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ തനതായിട്ടൊരു ആപ്പ് ഉണ്ടാക്കിയേ? ഏതെങ്കിലും നല്ല IT വിദഗ്ധനായിട്ടുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന ഒരു ആപ്പ്, 1-2 ലക്ഷം രൂപ വെച്ചിട്ട് ലാവിഷായിട്ട് ഉണ്ടാക്കാവുന്ന ആപ്പ് 9 ലക്ഷം രൂപയ്ക്കല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്? എന്നിട്ട് ആ ആപ്പ് എവിടെയെന്ന് ചോദിക്കുമ്പോഴോ കാറ്റ്, വെറും കാറ്റാണെന്നേ, കാറ്റ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് സന്ദർശിച്ച് വികാരാധീനരായിട്ട് സംസാരിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിന് നടത്തിയ ആളുകൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് വാങ്ങിച്ച ഫണ്ട് എവിടെ? കോൺഗ്രസ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ചിട്ട് ആകെ പിരിച്ച തുക എന്ന് പറയുന്നത് 5,38,21,632 രൂപയാണ്. യൂത്ത് കോൺഗ്രസ് അതിൽ നൽകിയത് 1.5 കോടി രൂപയാണ്. ആദ്യം തന്നെ ആ ഒരു ആപ്പ്, 9 ലക്ഷത്തിന്റെ ഒരു ആപ്പ് അവിടെ കിടക്കട്ടെ, അത്രയും തുക പിരിച്ചു എന്ന് പറയുന്നു. അത്രേ പിരിച്ചുള്ളൂ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ഉണ്ടാവാൻ കാരണം?
തൊട്ടപ്പുറത്ത് ഒരു വെറും ഘടകകക്ഷിയായിട്ടുള്ള ലീഗ്, മുസ്ലിം ലീഗ് 40 കോടിക്കടുത്ത് എങ്ങാണ്ട് പിരിച്ചു. അതുകൊണ്ട് ഒരു വീടും വെച്ചു കൊടുത്തു. ആ വീട്ടിനുള്ളിലേക്ക് സാധന സാമഗ്രികൾ കുത്തി നിറയ്ക്കുക അവർ ചെയ്തു. അഭിനന്ദനങ്ങൾ. അപ്പൊ വെറും ഒരു ഘടകകക്ഷിയായിട്ടുള്ള ഒരു ചെറിയ പാർട്ടി മാത്രമായിട്ടുള്ള മുസ്ലിം ലീഗിന് അത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള കോൺഗ്രസിന് വെറും 6 കോടിയെ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ. വിട്ടയ്ക്കുന്നേ നമ്മളെ ഇവിടുത്തെ DYFI എന്ന് പറയുന്ന സംഘടന അവർ ആക്രിപെറുക്കിയും ചായക്കച്ചവടം നടത്തിയും അവർ സ്വരുക്കൂട്ടിയത് എത്രയെന്നറിയോ? 20 കോടി. അപ്പോഴാണ് വെറും 6 കോടിയെ ഞങ്ങൾക്ക് ആപ്പ് വഴി കിട്ടിയുള്ളൂ എന്ന് പറയുന്നു കോൺഗ്രസ്. വിശ്വാസയോഗ്യമാണോ എന്ന് അന്ന് മാധ്യമങ്ങളൊക്കെ ചോദിച്ചിരുന്നു. വൈ ആർ യു നോട്ട് റിപ്പീറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ? ചോദിക്കണ്ടേ? ആ ചോദ്യം നിങ്ങൾ ഇനിയും ആവർത്തി ചോദിക്കേണ്ടതല്ലേ? ഞാൻ കോൺഗ്രസ്സുകാരെയോ എന്താണ് ഈ ഗവൺമെന്റിനെ കുറ്റം പറയില്ല, ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയുള്ളൂ. കാരണം അവരാണ് ജനാധിപത്യത്തിന് 4-ാം തൂണ്. എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഒരു പരിധിയുണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ടെത്താൻ. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് നിരന്തരം മൈക്കും തൂക്കി വെച്ച് നടക്കുന്ന നിങ്ങളാണ് ആ ഒരു ചോദ്യം ചോദിക്കേണ്ടത്. സഹായിക്കാനായിട്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന പേരിൽ കോൺഗ്രസ് ഡിജിറ്റൽ ക്യാമ്പയിൻ നടത്തി. ഇതിനായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റ് നിർമ്മിച്ചു. ഇതിന്റെ ചെലവായിട്ട് കാണിച്ചിരിക്കുന്നത് 9,30,000 രൂപയാണ്. പല IT വിദഗ്ധരും അന്ന് തന്നെ ഇതിനെ കുറിച്ചിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു സാധാരണ പേയ്മെന്റ് ഗേറ്റ്വേ ലിങ്കും ഒരു ഡോണർ ലിസ്റ്റും മാത്രമുള്ള ഇത്തരം ഒരു ബേസിക് ആപ്ലിക്കേഷൻ നിർമ്മിക്കാനായിട്ട് പരമാവധി 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ മാത്രമേ ചെലവ് വരത്തുള്ളൂ. കോൺഗ്രസ് പാർട്ടിയിലെ അനുഭാവികള്, കോൺഗ്രസിന് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ, IT വിദഗ്ധർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്തിട്ട് ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ള അവന്മാരെ എന്ത് പറയാനായിട്ടാണ്? അതും ശരിയാണല്ലോ അല്ലേ? ഭൂമി വാങ്ങിയത് 3. താങ്കൾ പറയുന്നത് നല്ല കാര്യമുണ്ട്. 8 കോടി രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏക്കറിന് ശരാശരി 1 കോടിക്ക് മിച്ചം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെന്റിന് 1 ലക്ഷം ഒക്കെ. വൾക്കാട് ലാൻഡ് വാങ്ങുന്ന സമയത്ത് സെന്റിനൊക്കെ 1,00,000 രൂപ വാങ്ങുക എന്നൊക്കെ പറയുന്ന സമയത്ത് അതും വയനാട് 18 ഏക്കർ അതിന് 2.50 കോടി രൂപ കൊടുത്തു. ഏക്കറിന് ശരാശരി 1.14 കോടി. ഫെയർ വാല്യൂ മറികടന്നിട്ടുള്ള പർച്ചേസ് ഒക്കെ സാധാരണ നടക്കാറുണ്ട് വിപണി വില അത്ര കൂടുതലാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവര് വാങ്ങിച്ച സ്ഥലം എവിടെയാണ്? 8% സ്റ്റാമ്പ് ഡ്യൂട്ടി, 2% രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ തുകയുടെ 10% സർക്കാരിലേക്ക് നികുതിയായിട്ട് നൽകണം. ഒന്ന് ആലോചിക്കുക, കുറേയധികം നിർഗുണന്മാര് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാതെ മാറ്റിവെച്ചിരുന്ന പൈസയാണ് കോൺഗ്രസ് കൊണ്ടുപോയിട്ട് നാനാവിധം ചെലവഴിച്ച് കളഞ്ഞത്. അപ്പൊ ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, വയനാട്ടിലേക്ക് നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ? ഫണ്ടിന്റെ കണക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ഇന്ന് വീട് പണി തുടങ്ങും. ഈ ഒരു ചോദ്യം തീർച്ചയായും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കേണ്ടതാണ്. ഒരു ശ്വാസം എടുക്കാനുള്ള സമയമൊക്കെ ഭരണത്തിൽ കയറി കഴിഞ്ഞാലേ ഒന്ന് ശ്വാസം എടുക്കാനുള്ള സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ ഒരു ചോദ്യങ്ങൾ ആവർത്തിക്കേണ്ട സമയമാണ്. ബൈ.